Hello guys and welcome back to Best Capex. അങ്ങനെ ഫൈനലി ഒരു വലിയ ന്യൂസ് വന്നിരിക്കുകയാണ്. ഇത് ഹ്യുണ്ടായുടെ ഭാഗത്തു നിന്നാണ്, എൻ്റെ ഗ്ലോബൽ എൻക്യാപ്പിൻ്റെ ഭാഗത്തു നിന്നാണ്. സംഭവം ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ എൻക്യാപ്പ് ഫേക്ക് ആണ് റിയൽ ആണ് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ താൽക്കാലികമായി നമുക്കൊരു ബെഞ്ച് മാർക്ക് ചെയ്യാനായിട്ട് ഗ്ലോബൽ എൻക്യാപ്പേ ഉള്ളൂ. ഭാരത് എൻക്യാപ്പ് വന്നിട്ടുണ്ട്, പക്ഷേ അവർ ഒക്ടോബറിൽ പുതിയ വണ്ടികളുടെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സ് ഒക്കെ പുറത്തു വിടുമെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ഈ വീഡിയോ എടുക്കുന്ന അത്രയും കാലം വരെ അവർ പ്രത്യേകിച്ചൊന്നും പുറത്ത് വിട്ടിട്ടില്ല. അത് പുറത്ത് വിടുമ്പോഴേ നമുക്ക് പുതിയൊരു സ്റ്റാൻഡേർഡായിട്ട് പറയാൻ പറ്റുള്ളൂ ഭാരത് എൻക്യാപ്പിനെ. അല്ലെങ്കിൽ ഇത്രയും കാലം ഇന്ത്യയിൽ വണ്ടികൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന GNCAP ആണ്. ഏതായാലും അങ്ങനെ ഒരു പുതിയ ടെസ്റ്റിൽ ഹ്യുണ്ടായുടെ പുതിയ ജനറേഷൻ വെർണ ഈ വണ്ടി ഫുൾ 5 out of 5 സ്റ്റാർസ് വാങ്ങിയിരിക്കുകയാണ്. അതിപ്പം എഡൽട്ട് പ്രൊട്ടക്ഷനിലായാലും അതുപോലെ ചൈൽഡ് പ്രൊട്ടക്ഷനിലായാലും ഹ്യുണ്ടായി ഇതുവരെ ഇവിടെ കൊടുത്ത് ടെസ്റ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്ന വണ്ടികൾക്കൊന്നും തന്നെ ഇത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഹ്യുണ്ടായുടെ ലിസ്റ്റിലെ തന്നെ ആദ്യത്തെ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റഡ് വണ്ടിയാണ് ഇത്. പിന്നെ ഒരു പ്രശ്നമുള്ളത് ഇതിൻ്റെ ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി അൺസ്റ്റേബിൾ ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ മറ്റുള്ള 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടികളുടെ കേസിൽ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി സ്റ്റേബിൾ ആണ്. പക്ഷേ അത് തൽക്കാലത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ബാക്കി പോയിൻറ്റ്സ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വണ്ടി അത്യാവശ്യം സുപ്പീരിയർ ആണ്. കാരണം 28.18 പോയിൻറ്റ്സ് ഈ വാഹനത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം ഏറ്റവും ഹൈ പോയിൻറ്റ്സ് ആണോ എന്ന് ചോദിച്ചാലല്ല. കാരണം ഇതുവരെ ടെസ്റ്റ് ചെയ്തതിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് ഗ്ലോബൽ എൻക്യാപ്പ് പറയുന്നത് വെർട്ടസും സ്ലാവിയാണ്. 29.71 പോയിൻറ്റ്സ് ആണ് ആ വാഹനങ്ങൾക്ക് ലഭിച്ചത്. എന്ന് വെച്ചാൽ ഇതിനെ കമ്പയർ ചെയ്യുമ്പം ഓൾമോസ്റ്റ് 1.6 പോയിൻറ്റ്സിന് അടുത്ത് വേണം ഡിഫറൻസ് ഉണ്ടെന്ന് പറയാം. ഇതാണ് സംഭവം വരുന്നത്. നിങ്ങൾക്ക് കാണാം 42 പോയിൻറ്റ്സ് ആണ് നമുക്ക് ചൈൽഡ് സേഫ്റ്റിയിൽ, 28.18 ആണ് എഡൽട്ട് സേഫ്റ്റിയിൽ. പക്ഷേ എന്നാൽ ചൈൽഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ വെർട്ടസ് ആയിക്കോട്ടെ, സ്ലാവി ആയിക്കോട്ടെ, വെർണ ആയിക്കോട്ടെ, ഈ 3 വണ്ടികൾക്കും സെയിം 42 പോയിൻറ്റ്സ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് എഡൽട്ട് സേഫ്റ്റിയുടെ കാര്യത്തിലുള്ള പോയിൻറ്റ്സിൻ്റെ ഒരു വ്യത്യാസമാണ് ഇവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സംഭവം. എന്തായാലും പുതിയ വെർണ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗോട് കൂടി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും പ്രതീക്ഷയാണെന്ന്. കാരണം ഇതൊരു ടോട്ടൽ സർപ്രൈസ് ആയിരുന്നു. ഇൻഫാക്റ്റ് പറഞ്ഞു വരികയാണെങ്കിൽ ഈ വണ്ടി വരുന്നത് നമ്മുടെ 3 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയ ആഫ്രിക്കൻ എലിഫൻ്റ് ഒക്കെ ചുമന്നുകൊണ്ട് പോകാൻ പറ്റുന്ന വണ്ടിയിലാണ്. അതായത് അതിൻ്റെ പ്ലാറ്റ്ഫോം K2 പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടി വരുന്നത്. ക്രെറ്റയുടെ പ്ലാറ്റ്ഫോം എന്ന് പറയാൻ പറ്റില്ല, കാരണം i20 ആണ് K2 പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും ബേസ്. അതിൻ്റെ മുകളിലേക്കാണ് പിന്നെ അവർ ക്രെറ്റ ആയിക്കോട്ടെ, ഈ ഇപ്പം വെർണ ആയിക്കോട്ടെ, പല വണ്ടികളും ബിൽഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ ഒരു ബേസ് അതാണെങ്കിലും ഇപ്പോൾ വരുന്ന വണ്ടികൾ ഇതാണ്. ആ 2 വണ്ടികൾ ഇപ്പോൾ i20 ആയിക്കോട്ടെ, ക്രെറ്റ ആയിക്കോട്ടെ, 2 വണ്ടികൾക്കും ടെസ്റ്റ് ചെയ്താൽ 3 സ്റ്റാർ റേറ്റിംഗ് കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാൽ വെർണയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റേതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഈ വാഹനത്തിൻ്റെ സ്ട്രക്ചറിലായിക്കോട്ടെ, അതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനിയിപ്പം നമുക്ക് കാണേണ്ടത് i20യിലായാലും ക്രെറ്റയിലായാലും ഫ്യൂച്ചറിൽ ഇപ്പോൾ നമുക്കറിയാം ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. ക്രെറ്റയിൽ i20യിൽ ഈ അടുത്തൊരു ഫേസ് ലിഫ്റ്റ് കിട്ടിയായിരുന്നു. അതിലെനിക്ക് തോന്നുന്നില്ല അവർ മെയിനായിട്ട് എന്തെങ്കിലും ചെയ്ത് കാണുന്നു. പക്ഷേ ഇനിയിപ്പോൾ ക്രെറ്റ ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ അതിൻ്റെ അകത്താണ് അവർ ഈ പറഞ്ഞ രീതിയിൽ സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അത് ഇതുപോലെ ക്രാഷ് ടെസ്റ്റിന് അയച്ചാൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് കാണാം എന്താണ് ഹ്യുണ്ടായുടെ ഫ്യൂച്ചർ പ്ലാൻ എന്ന്. കാരണം ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടിയതുകൊണ്ട് തീർച്ചയായും ഹ്യുണ്ടായിക്ക് സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം പണ്ടത്തെ ടെസ്റ്റുകളിലൊക്കെ ആൾക്കാർ ഒരുപാട് ഹ്യുണ്ടായി ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു, സേഫ്റ്റി മോശമാണ് എന്നുള്ള രീതിയിൽ. നമ്മളിപ്പോൾ മിക്ക ടാറ്റ അല്ലെങ്കിൽ മഹീന്ദ്ര അല്ലെങ്കിൽ ഈവൻ ഫോക്സ്വാഗൻ വണ്ടികളാണെങ്കിൽ പോലും അല്ലെങ്കിൽ സ്കോഡ ആണെങ്കിൽ പോലും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ ഹ്യുണ്ടായി ഇൻഫീരിയർ ആയിരുന്നു. ഇനി ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതാണ് ഇവിടെ ചെറിയൊരു വീക്ക് പോയിൻ്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം ഈ ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടെസ്റ്റിംഗ് കണ്ടീഷൻസിൽ അവർ വണ്ടി ടെസ്റ്റ് ചെയ്ത സമയത്ത് ഓക്കെ ആയിരുന്നു, സേഫ്റ്റി നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ അതിന് മുകളിലേക്ക് ഇനിയും ഇമ്പാക്റ്റ് വരികയാണെങ്കിൽ അത് വണ്ടിയുടെ ഷെൽ അല്ലെങ്കിൽ വണ്ടിയുടെ ആ ഒരു ബോഡി താങ്ങുമെന്നുള്ളതാണ്. അത് ഇതിൻ്റെ അകത്ത് ഇല്ല എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതാണ് സംഭവം. എന്ന് വെച്ചാൽ ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇത് സേഫാണ്. പക്ഷെ ഒരുപാട് ഇമ്പാക്റ്റ് വരികയാണെങ്കിൽ ഒരുപക്ഷെ പ്രശ്നം ഉണ്ടായേക്കാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. എന്നാൽ പോലും ഈ ടെസ്റ്റിംഗ് പ്രോട്ടോകോൾസിൽ തന്നെ വ്യത്യാസമുണ്ട്. നമ്മളിപ്പം ഒരു റിയൽ ലൈഫ് ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ നമ്മളൊരു സ്റ്റില്ലായിട്ടുള്ള സാധനത്തിൽ പോയി ഇടിക്കണം നിർബന്ധമില്ല. എങ്ങനെ വേണേലും ഇടിക്കാം. അതായത് ഒരു കാറിൽ പോയി ഇടിക്കുക അല്ലെങ്കിൽ ഒരു ട്രക്കിൽ പോയി ഇടിക്കുക, എങ്ങനെ വേണേലും ആക്സിഡൻ്റ് ആവാം. അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവാതെ അല്ലെങ്കിൽ കണക്റ്റ് ആവാതിരിക്കാം. എന്തായാലും അതാണ് പുതിയ വെർണയുടെ കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.